പ്രഭ ഇപ്പൊ ആകെ അപ്സെറ്റാ. ഈ മാനസികാവസ്ഥയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാവില്ല. കുറച്ചൊന്ന് ശാന്തമാവട്ടെ മനസ്സ്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. വേണമെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പ്രസാദിനടുത്ത് നിന്ന് പ്രഭയ്ക്ക് വേണ്ടി പറഞ്ഞു നോക്കാം. എന്തിന്? സ്വന്തം അച്ഛനില്ലാത്ത സ്നേഹം ഇന്നലെ കണ്ട ഒരു പുരുഷൻ എന്നോടുണ്ടാവോ? വേണ്ട സുനിലെ. ഇനി പ്രസാദാകട്ടെ അച്ഛനാകട്ടെ എന്റെ ജീവിതത്തിലില്ല. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. സുനിലിന് എന്നെ സഹായിക്കാൻ കഴിയൂ എന്ന് മാത്രമേ എനിക്ക് അറിയേണ്ടതായുള്ളൂ. എനിക്കൊരു ജോലി വേണം. മറ്റാരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റുന്നൊരു ജോലി. പിന്നെ ഇപ്പം ഞാൻ താമസിക്കുന്ന ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് മാറണം. അതിനൊരു താമസ സ്ഥലം വേണം. ഇവിടുന്ന് കഴിയുന്നത്ര അകലെ. അച്ഛനെയോ പ്രസാദിനെയോ അവരെ ഓർമ്മിപ്പിക്കുന്ന ഒരാളെയും കാണാത്തത്ര അകലെ. സുനിലിന്റെ സഹോദരിയുടെ സ്ഥാനത്ത് നിന്ന് ചോദിക്കാൻ ഞാൻ. അതിനെന്നെ സഹായിക്കില്ലേ? പ്രഭയെ ഞാൻ എന്നും എൻ്റെ കൊച്ചനിയത്തിയായിട്ടേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് വാസ്തവത്തിൽ എനിക്ക് സഹായിക്കാനുള്ള ആഗ്രഹമുള്ളതും അതേ സമയത്ത് വിഷമം തോന്നുന്നതും. നമുക്കിടയിലെ ബന്ധം എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ പ്രഭേ. പ്രസാദിന് പണ്ടേ എന്നെ സംശയ. പ്രഭയുടെ ചുറ്റും കറങ്ങുന്ന ഒരു പൂവാലിനായിട്ടാണ് പ്രസാദ് എന്നെ കണ്ടിട്ടുള്ളത്. കോമളത്തിനാണെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ നോക്കിപ്പോയാൽ അപ്പം സംശയം തുടങ്ങും. അത് പിന്നെ അവളുടെ സ്നേഹക്കൂടുതലുണ്ടാണെന്ന് വിചാരിക്കാം. പ്രസാദിന്റെ സംശയം ചിലപ്പോൾ പ്രഭയോടുള്ള സ്നേഹക്കൂടുതലുണ്ടായിരിക്കും. സ്നേഹം, ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് കൂടി പ്രസാദിന് അറിയില്ല. അത് പോട്ടെ, സ്വന്തം അച്ഛൻ ഇങ്ങനെ പെരുമാറുമെന്ന് ആരോർത്തു? എന്നും അച്ഛൻ കൊട്ടിയ താളത്തിന് തുള്ളിയ മോളല്ലേ ഞാൻ. എനിക്കിപ്പോ ആരുമില്ലാതായി. ആരെയും വിശ്വസിക്കാനോ സ്നേഹിക്കാനോ കഴിയാത്ത അവസ്ഥയിലായി. ഏയ്, അങ്ങനെ പറയരുത്. ഞാനുണ്ടാവും പ്രഭയുടെ കൂടെ. ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് എനിക്ക് ചെയ്യാൻ കഴിയുന്ന എന്തും ഞാൻ ചെയ്തു തരാം. മറ്റുള്ളവർക്ക് നമ്മുടെ ബന്ധത്തിന്റെ വിശുദ്ധി മനസ്സിലാവില്ലായിരിക്കാം. അപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉടലെടുക്കാം. ചിലപ്പോൾ അപവാദങ്ങളുണ്ടാവും, കല്ലേറും കുത്തുവാക്കുകളുണ്ടാവും. അപ്പൊ പ്രഭ എന്നെ ശത്രുവായിട്ട് കാണരുത്. ആ ഒരു അപേക്ഷ എനിക്കുള്ളൂ. സുനിലിന്റെ മനസ്സിന്റെ വിശുദ്ധി എനിക്ക് നല്ല നിശ്ചയമുണ്ട്. പിന്നെന്തിനാ പേടിക്കുന്നത്? എനിക്കല്ലെങ്കിൽ ആരെയും പേടിയില്ല സുനിലെ. എല്ലാരും കൈവിട്ട അവസ്ഥയിലാണ് ഞാനിപ്പോ. എനിക്കിപ്പോ എങ്ങനെയും പിടിച്ചു നിൽക്കുക എന്നതാ പ്രധാനം. ആത്മാഭിമാനം കൈവിടാതെ ജീവിക്കുകയും എന്റെ കുഞ്ഞിനെ എനിക്ക് വളർത്തുകയും വേണം. അത് രണ്ടും സാധിക്കാമെന്ന് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. എനിക്കെന്റെ കഴിവുകളെപ്പറ്റി നല്ല ഉറപ്പുണ്ട്. എങ്കിലും ഒരു സഹായവും പിന്തുണയും എനിക്ക് വേണമല്ലോ. അതിന് സുനിൽ കൂടെ നിന്നാ മതി. വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല കുട്ടി. വാ ഇരിക്കെ. ഒന്നാമത് നീ ഗർഭിണിയാണ്. അതിൻ്റെതായ ക്ഷീണവും പ്രയാസമൊക്കെ ഉണ്ടാവും. പ്രസവ സമയത്തും ആരുടെയെങ്കിലുമൊക്കെ സഹായം ആവശ്യം വരും. അതുവരെ നമുക്ക് കുറച്ച് മാസങ്ങളുടെ സാവകാശമേ ഉള്ളൂ. അത് കഴിഞ്ഞാലും പ്രശ്നങ്ങൾ തീരുന്നില്ല. കുഞ്ഞിനെ വളർത്തണം, അതിൻ്റെ ആവശ്യത്തിന് പൈസ ഉണ്ടാക്കണം. നിനക്ക് ജോലിക്ക് പോലും കുട്ടിയെ വളർത്തലും ഒക്കെ കൂടി എളുപ്പമാവൂ. അതാണ് എന്നെ അലട്ടുന്നത്. വരുന്നിടത്ത് വെച്ച് കാണാൻ സുനിലെ. അതൊക്കെ ഇപ്പോഴേ ആലോചിച്ച് ഉള്ള മനസ്സമാധാനം കെടുത്തണോ? തൽക്കാലം എനിക്ക് ആവശ്യം ഒരു താമസ സ്ഥലമാണ്, പിന്നൊരു ജോലി. ബാക്കിയൊക്കെ പിന്നെ. എനിക്കെങ്ങനെ തൽക്കാലത്തെ സ്ഥിതി മാത്രം നോക്കിയാൽ പോരാ. എൻ്റെ അനിയത്തി എല്ലാ കാലത്തും സുരക്ഷിതയായും സന്തോഷവതിയും കഴിയണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാ പ്രശ്നങ്ങളും പഠിച്ച് എല്ലാ വശത്തുനിന്നും പരിശോധിച്ച് ഒരു തീരുമാനത്തിലെത്താനാണ് പോകുന്നത്. അതിനുവേണ്ടി കുറച്ചുകൂടെ നാണം കെടാനും എനിക്ക് വിഷമമില്ല. നിന്റെ സന്തോഷമാണ് എൻ്റെ പ്രധാന ലക്ഷ്യം. സന്തോഷം? ഈ ജന്മത്തിൽ എനിക്കിനി എന്ത് സന്തോഷം? ഇനിയിപ്പോൾ പ്രസാദ് കുറേ തെറി പറഞ്ഞാലും ഞാൻ കേൾക്കാൻ തയ്യാറാണ് ചിറ്റപ്പ. തൽക്കാലം അവർ തമ്മിലുള്ള പ്രശ്നം തീരണം. എന്നെ സംശയിക്കുന്നത് വെറുതെയാണ്. അന്ന് വല്യമ്മാവൻ്റെ സ്വത്ത് കിട്ടാൻ വേണ്ടിയുള്ള കളിയൊക്കെ ഞാനും കളിച്ചു. പക്ഷെ അതിനപ്പുറം ഞാൻ ആർക്കും ഒരു ദ്രോഹം ഇന്ന് വരെ ചെയ്തിട്ടില്ല. അറിഞ്ഞുകൊണ്ട് ചെയ്യൂല. ചിറ്റപ്പനെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കണം. സുനിലേ, ഇതെന്ന് എന്നോട് പറഞ്ഞിട്ട് ഒരു വിശേഷവുമില്ല. എൻ്റെ ഭാര്യയ്ക്കാകട്ടെ മകനാകട്ടെ ഇപ്പോൾ നേർബുദ്ധിയോ വിവേകമോ ഇല്ല. ഞാനാരാ? ഒരു പഴയ കള്ളുഷാപ്പുകാരൻ. നമുക്ക് പരിഷ്കാരമുണ്ടോ? പ്രൗഢിയുണ്ടോ? പണമുണ്ടോ? എടാ മോനെ, ഇതൊന്നും ഇല്ലാത്തവൻ ഇന്നെന്തെങ്കിലും പറഞ്ഞ ആര് കേക്കോടാ? നീ പറയുന്ന മനുഷ്യ ശ്രദ്ധിക്കണോ? പോയി കുറച്ച് കാശുണ്ടാക്കി വാ.
നല്ലൊരു സ്വർണ്ണച്ചങ്ങല കഴുത്തിലും കയ്യിലും ഇട്. ഒരു സിൽക്ക് ഷർട്ടും നല്ലൊരു വീതി കസവും കൊണ്ട് വാങ്ങിച്ചു കൊടുക്ക്. എന്നിട്ട് പുതിയൊരു കാറും വാങ്ങിക്കും. എന്നിട്ട് നീ വന്ന് എന്ത് പോഴത്തം പറഞ്ഞാലും കേൾക്കാൻ ആളുണ്ടാവും. വായും പൊത്തിയെന്ന് തലയാട്ടി സമ്മതിക്കും. അത്രേ ഉള്ളൂ. ചിറ്റപ്പൻ പറയുന്നത് ശരിയാ. പൈസ എന്ന് പറയുന്നത് മനുഷ്യനെ മാറ്റിമറിച്ച് കളയും. കോമളത്തിൻ്റെ അമ്മയാണെങ്കിൽ സ്വന്തം മകളെ പോലും മറന്നു കളഞ്ഞ പോലെ ആ വീട്ടിലൊരു സമാധാനമില്ല. ചിറ്റപ്പ, ശരിക്കും പറഞ്ഞാൽ ചില സമയത്ത് തോന്നും നമ്മൾ ഈ സ്വത്തിന് വേണ്ടി കിടന്ന് കടിപിടി കൂടിയത് മഹാമണ്ടത്തരമാണെന്നാ. സ്വത്ത് കിട്ടി കടം തീർന്നപ്പോൾ കുടുംബം തകർന്നു പോയില്ലേ? പ്രസാദിന് സമാധാനമുണ്ടോ? രാജഗോപാലൻ മുതലാളിക്കോ പ്രഭയ്ക്കോ സന്തോഷമുണ്ടോ? വേണ്ട, ഇവിടെ ചിറ്റപ്പനോ കുഞ്ഞമ്മയ്ക്കോ സന്തോഷമുണ്ടോ? കഷ്ടം തന്നെ. ആരോട് പറയാനാ? അനുഭവിച്ച് അവരും ഒന്ന് തിരിച്ചറിയട്ടടാ. ഇപ്പം ഞാൻ അത്രേ വിചാരിക്കണുള്ളൂ. എന്നാലും പ്രഭയെക്കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമം. എനിക്കവൾ മരുമകളല്ലായിരുന്നു, മകളായിട്ടേ ഞാനവളെ കണ്ടിട്ടുള്ളൂ. അവൾക്ക് സുഖമാണോടാ? ഗർഭകാലത്ത് മനസ്സ് സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കേണ്ട കാലത്താണല്ലോ അവളിങ്ങനെ ഉരുവിണേന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കണില്ല. അതാ ഞാൻ പറഞ്ഞത്. ചിറ്റപ്പൻ കുഞ്ഞമ്മയും പ്രസാദിനെയും പറഞ്ഞ് മനസ്സിലാക്കണം. ഈ സമയത്ത് അവൾക്ക് സ്നേഹത്തിൻ്റെയും പരിഗണനയുടെയും ആവശ്യമുണ്ട്. ആ ഷോപ്പിംഗ് കഴിഞ്ഞ് സരോജം വന്നു. ഞാൻ ഇപ്പോൾ അവളുടെ ഭർത്താവ് മാത്രമല്ല, ഇവിടുത്തെ ചുമട്ടുകാരൻ കൂടിയാ. കണ്ടകശനി കൊണ്ടല്ലേ പോവുള്ളൂ. ആ ആ ഒരു കട തുടങ്ങാനുള്ള സാധനങ്ങൾ മുഴുവൻ നീ വാങ്ങിച്ചല്ലോ. അതിൽ പിടിച്ചോട്ട്. ഇത് കൊണ്ടുപോയി അകത്ത് വെക്കും. പിന്നെ ആ ചെറിയ കവറിൽ ഒരു പാക്കറ്റ് നട്ട്സ് ഉണ്ട്. അതൊന്ന് ഉപ്പും മുളക് പൊടി ഇട്ട് ഫ്രൈ ആക്കി വെക്കാൻ അടുക്കളക്കാരോട് പറയും. ഭാഗ്യം. ഞാൻ വിചാരിച്ചത് ഞാൻ തന്നെ ചെയ്യേണ്ടി വരുമെന്ന്. നീ എന്താടാ ഇവിടെ? ഇവിടെ കേറരുതെന്ന് നിന്നോട് പ്രസാദ് പറഞ്ഞതല്ലേ? പിന്നെ എന്തിനാടാ നീ പിന്നെ വന്ന് കേറിയത്? കിട്ടിയതൊന്നും പോരാഞ്ഞിട്ടാ? നിനക്ക് വല്ല ജോലിയും ചെയ്ത് ജീവിച്ചൂടെ സുനിലേ? ഇങ്ങനെ കണ്ടിട നിറങ്ങി നടക്കണോ? അവൻ വന്നത് പ്രഭയുടെ കാര്യം പറയാനാ. അവള് പാവ, ഇപ്പൊ ആരുമില്ലാത്ത സ്ഥിതിയില്ല. പാവോ? അവളോ? നിങ്ങളുടെ തലയ്ക്കകത്ത് എന്താ കളിമണ്ണോ? അവള് നമ്മളോട് ചെയ്തൊക്കെ മറന്നുപോയോ? ഒരു കാപ്പി എടുത്തു തരുമോ, ഒരു ദോശ ചുട്ട് തരികയോ ചെയ്തിട്ടുണ്ടോ അവൾ ഇത്രയും കാലത്തിനകത്ത്? കെട്ടിലമ്മ ചമഞ്ഞ അകത്തിരിക്കും. ഞാൻ വേണം അവക്കും കൂടി ഇട്ടു കൊടുക്കാൻ. അന്നത്തെ ദോശയും ചോറൊക്കെ അവളെ കാശല്ലായിരുന്നാ. ദേ എന്റെ കൈ നോക്ക്, കണ്ടോ? പൊള്ളിയും കരിഞ്ഞു ആകെ വൃത്തികേടായി. ആ ബ്യൂട്ടി പാർലറിലെ ഡാർലി പറയുന്നതേ ആഴ്ചയിൽ ഒരിക്കൽ മാനിക്യൂർ ചെയ്താലേ പാട് പോകത്തുള്ളെന്നാ. എല്ലാത്തിനും കാരണം അവളാ. നിങ്ങൾ ഇങ്ങനെ ഒട്ടി നിൽക്കാത്ത സാധനങ്ങളെല്ലാം കൊണ്ട് അകത്ത് വെക്ക്. കുഞ്ഞമ്മേ, ഇത് തമാശയല്ല. സ്വന്തം മകന്റെയും ഒരു പാവം പെണ്ണിന്റെയും ജീവിതം വെച്ചാ നിങ്ങൾ കളിക്കുന്നത്. അവള് ഗർഭിണിയാ. അവളുടെ അച്ഛന്റെ വീട്ടിൽ നിന്ന് അവളെ ഇറക്കി വിട്ടു. വയസ്സുകാലത്ത് രാജഗോപാലൻ മുതലാളി ഒരു 2ാം കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ആരറിഞ്ഞു ഇതൊക്കെ? ഏതായാലും ആ സ്ത്രീ അവിടെ കയറി ആധിപത്യം സ്ഥാപിച്ചിരിക്കുക. പ്രഭയ്ക്ക് അവിടെ നിൽക്കാൻ വയ്യാത്ത സ്ഥിതിയായി. അവൾ ഇതേ ഹോസ്റ്റലിലേക്ക് മാറാൻ പോകുന്നു. തൽക്കാലം ഒരു കൂട്ടുകാരുടെ വീട്ടിൽ താമസിക്കുക. കണക്കായിപ്പോയി. അവക്കേ അങ്ങനെ തന്നെ വേണം. എന്തായിരുന്നു ഇവിടെ വന്ന അച്ഛനും മോളും കൂടി കാണിച്ച നാടകം? അവൾ എന്താ വിചാരിച്ചത്? ദൈവം എന്റെ കൂടെ സുനിലേ. അങ്ങനെ പറയല്ലേ സരോജം. അവള് പാവല്ലേടി, നമ്മുടെ പേരക്കുട്ടിയല്ലേ അവളെ വയറ്റിൽ. നിനക്കും പ്രസാദനം പോവാൻ വൈകി ഞാൻ പോവാം. അവളെങ്ങനെ വിളിച്ചുകൊണ്ടുവരാം. പോകും. പിന്നെ പടി ചവിട്ടത്തില്ല. അതിനെ സരോജ മതി. മനസ്സിലായി. ഓക്കെ ഓക്കെ. ഈ പറഞ്ഞ ഫിലിപ്പൂസ് മുതലാളി എനിക്കൊന്ന് പരിചയപ്പെടുത്തി തന്നാ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ആ ശരിയച്ചേ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ഇവിടെ ഒരു അർജന്റ് കാര്യം. ഇവിടെ കയറരുതെന്ന് പറഞ്ഞിട്ടില്ല നിന്നോട്? പിന്നെ വന്നോ? ഇറങ്ങടാ അവിടെ.
പ്രസാദേ, തല്ലിക്കോ. പക്ഷെ അതിനു മുമ്പ് ഞാൻ പറയുന്നൊന്ന് കേക്ക്. പ്രഭയാകെ പ്രശ്നത്തില്. ഓഹോ, അവളിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവക്കിപ്പോ ആരും സഹായത്തിനില്ലാത്ത സ്ഥിതിയാ. അതിന് ഞാൻ എന്ത് വേണോടാ? നീ പോയി കൂട്ടിരിക്ക. നമുക്ക് 1,00,000 ഡ്രാഫ്റ്റ് എടുത്ത് അയക്ക്. നിന്റെ പഴയ ബന്ധക്കാരിയല്ലേ, ചെല്ല്. അല്ലേ പിടിച്ച് വല്ല ബസ് സ്റ്റാൻഡിൽ കൊണ്ടു നിർത്ത്. കൊണ്ടുപോകാൻ പലരും വരും, ചെറുപ്പമാണല്ലോ. ഇടിക്കടാ, ഇടിക്ക്. പ്രസാദേ, പ്രസാദ്, ഇത് കളിയല്ല. നീ നിന്റെ ജീവിതം വെച്ചാ കളിക്കുന്നത്. ഉവ്വ. ഓരോ നിമിഷവും നീ അത് തകർത്തോണ്ടിരിക്കുക. ഓർത്തോ? അതിന് നിനക്കെന്താടാ ഛേദം? എന്റെ ജീവിതം വെച്ച് ഞാൻ കളിക്കോ തിരിക്കോ എന്തു വേണമെങ്കിലും ചെയ്യും. നിന്നെ പോലെ അമ്മയും പെങ്ങളെയും തിരിച്ചറിഞ്ഞുകൂടാത്തവർക്ക് അതിലെന്താ കാര്യം? മോനെ, ഇവനെ വിടരുത്. അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പണിയാ ഇവന്റെ. അതിനാ ഇവൻ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. സമ്മതിച്ചു കൊടുക്കരുത്. പ്രസാദേ, സുനില് പറഞ്ഞത് ശരിയാ. നിങ്ങൾ അകത്ത് പോകുന്നുണ്ടോ? അച്ഛമ്മണ്ടായിര് മര്യാദയ്ക്ക് അകത്ത് പോകുന്നു, അതാ ഞാൻ കൊണ്ടുപോയി പൂട്ടിയിടുന്നോ? ഹോ, എടാ സുനിലേ, നീ ഇറങ്ങിപ്പോടാ. എനിക്കിന്ന് ഒരുപാട് ജോലിയുണ്ട്. എന്റെ കൈ വെറുതെ മെനക്കെടുത്തരുത്. അതെ, രാജഗോപാലിന് വേറെ ഭാര്യയുണ്ടെന്ന്. അവൾക്ക് അങ്ങനെ തന്നെ വേണം. എടാ മോനെ, നിന്റെ മനസ്സിന്റെ നന്മയാ അവൾക്കും അയാൾക്കും അങ്ങനെ വന്നത്. കണ്ടോ, ദൈവം നിന്റെ കൂടെയാ. ഹ, ഇല്ലെങ്കി അവള് നമ്മുടെ കാല് പിടിക്കാൻ വരുവോ? അവള് തെറ്റുകാരിയാണെന്നതിന് വേറെന്ത് തെളിവാ വേണ്ടത്? സരോജം, നീ ഇങ്ങനെ എരുതിയിൽ എണ്ണ ഒഴിക്കാതെ. നിങ്ങളോടല്ലേ അകത്ത് പോകാൻ പറഞ്ഞത്? പ്രസാദേ, ഇവനെ തല്ലി ഇവന്റെ എല്ലൊടിച്ചു വിടണം. വേണ്ട വേണ്ട, ഞാൻ പോയിക്കോളാം. പറഞ്ഞാ മനസ്സിലാവാത്തവരോട് പറഞ്ഞിട്ടെന്താ കൂടെ. ഇന്ന് ഞാൻ പറയുന്നത് തള്ളിക്കളയുന്നതിൽ നിങ്ങൾ ഒരിക്കൽ പശ്ചാത്തപിക്കും. നോക്കിക്കോ. പ്രസാദേ, അവസാനമായിട്ട് ഞാൻ ചോദിക്കുക, പ്രഭയെ വിളിച്ചോണ്ടിരാൻ തയ്യാറാണോ? സുനിലേ, അവസാനമായിട്ട് ഞാനും പറയുക, മേലിൽ ഇക്കാര്യവും പറഞ്ഞുകൊണ്ട് നീ പടി ചവിട്ടിയ നിന്റെ പല്ല് 32 അടിച്ച് താഴെ. ഓഹോ, അതങ്ങ് കൈ വെച്ചേരെ. എന്റെ പല്ല് 32 എന്റെ വായി തന്നെ കാണും. നിന്റെ പല്ല് സൂക്ഷിച്ചാ മതി. അപ്പൊ ഒരു കോംപ്രമൈസിനും തയ്യാറല്ലല്ലോ? കോംപ്രമൈസോ? ഈ ജന്മത്തിലോ? അവൾ കഷ്ടപ്പെടുന്ന എനിക്ക് കാണണം. ഈ ജന്മത്തിൽ അവൾ നരകിക്കുന്ന എനിക്ക് കാണണം. നീ ഒരു മനുഷ്യനാണോടാ? കഷ്ടം. പോടാ പോടാ പോടാ, പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന മുതലാളിമാരെ. വന്നിരിക്കുന്നു കാമുകിക്ക് ഭർത്താവിനെ ഉണ്ടാക്കാൻ. നന്നായി പോയടാ മോനെ. നീ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നീ അങ്ങ് ചെറുതായി പോയനെ. അവള് മനസ്സിലാക്കട്ടെ നീ നല്ല ആണത്തുള്ളവനാണെന്ന്. എടീ, താലി കെട്ടിയ പെണ്ണിനൊരു കുഴപ്പം വന്നപ്പം സഹായിക്കാതെ പുറംതിരിഞ്ഞ് പോകുന്നവന് എന്താ ആണത്തും അടിയുള്ളത്? പ്രസാദേ, അച്ഛൻ പറഞ്ഞത് ഞാൻ അനുസരിക്കും. ചെന്ന് അവളെ വിളിച്ചോണ്ടോ. എടാ, ഈ നേരത്ത് അവളടുത്ത് ചെന്ന്, സാരമില്ല പ്രഭേ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നന്നായിട്ട് ജീവിക്കാം, നമ്മുടെ കുഞ്ഞിനെ നന്നായിട്ട് വളർത്താം എന്നൊരു വാക്ക് നീ ഇപ്പം പറഞ്ഞ അവൾ ആജീവനാന്ത അടിമയായിട്ട് ഈ വീട്ടിൽ കഴിയും. അച്ഛൻ അഭിമാനം എന്ന് പറയുന്ന ഒന്നില്ലേ? അങ്ങനെ ചോദിക്കടാ മോനെ. ഓ കഷ്ടം. ബെസ്റ്റ് അമ്മയും ബെസ്റ്റ് മോനും. കുറച്ചു നേരം ആയല്ലോ കൂട്ടിലടച്ച് വെരികിനെ പോലെ നടക്കാൻ തുടങ്ങിയിട്ട്. പുന്നാര മോളെ ഇറങ്ങിപ്പോയതിന്റെ ആദ്യ ഇപ്പോഴും രാജേട്ടന്റെ മനസ്സിൽ. ആണെങ്കിൽ ആ കാര്യം തുറന്നു പറയൂ, ഞാൻ ഇറങ്ങിത്തരാം. പ്രഭയോടൊപ്പം ഈ വീട്ടിൽ താമസിക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാനത് അവളോട് തറപ്പിച്ച് പറയുന്നത് രാജേട്ടന് കേട്ടതല്ലേ. ബുദ്ധിമുട്ട് അവൾക്കാ. എന്നെ അമ്മയായും നന്ദിനെ അനിയത്തിയായും അംഗീകരിക്കാൻ അവള് തയ്യാറല്ല. പിന്നെ എനിക്കെന്ത് ചെയ്യാനൊക്കും? ഞാൻ കുസുമത്തെ കുറ്റം പറയുന്നില്ല. പക്ഷേ പ്രഭ എന്നെ ജീവിതത്തിൽ ആദ്യമായി അച്ഛ എന്ന് വിളിച്ചവളാണ്. രാധ മരിച്ചുപോയ സമയത്ത് ഞാൻ അവൾക്ക് അച്ഛനും അമ്മയുമായി. പഠിക്കാൻ അവൾ മിടുക്കിയായിരുന്നു. കണക്കിനും ഫിസിക്സിനും 100-ൽ 100. IIT-യിൽ അവൾക്ക് സെലക്ഷൻ കിട്ടി. പക്ഷേ കാൺപൂരിൽ IIT-യിലാണ് അവൾക്ക് സീറ്റ് കിട്ടിയത്. ഞാൻ എത്ര നിർബന്ധിച്ചിട്ട് അവൾ പോയില്ല. എനിക്ക് അച്ഛനെ കാണാതിരിക്കാൻ വയ്യ, അടുത്തുള്ള ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജിൽ ചേരാമെന്ന് പറഞ്ഞു. അങ്ങനെ കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് ചേർന്നു. നിറഞ്ഞ മനസ്സോടെ ഞാൻ അവളെ കോളേജ് ഹോസ്റ്റലിലാക്കിയിട്ട് തിരിച്ചു വന്നു. കഷ്ടിച്ച് ഒരാഴ്ച കഴിഞ്ഞു കാണും. ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ എനിക്കുള്ള ബെഡ് കോഫിയുമായി അവൾ ബെഡ്റൂമിൽ നിൽക്കുന്നു. എന്തു പറ്റി മോളെ എന്ന് ചോദിച്ചപ്പോൾ ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു മറുപടി. ഞാനിനി പഠിക്കാൻ പോകുന്നില്ല, എനിക്ക് അച്ഛനെ കാണാതിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞാണ് കരച്ചിൽ.
പിന്നെയാണ് ഇവിടെ അടുത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്ലോമ കോഴ്സിന് ചേർന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല. പ്രഭ അവളുടെ അക്കാഡമിക് കരിയർ വലിച്ചെറിഞ്ഞത് അവൾക്ക് എന്നെ കാണാതിരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. എൻ്റെ കൂടെ താമസിക്കാൻ വേണ്ടിയാണ്. വലിയ വലിയ വിവാഹാലോചനകൾ വന്നപ്പോഴും അവൾ പറഞ്ഞു, അച്ഛാ, അത്ര വലിയ വീടുമായുള്ള ബന്ധങ്ങളൊന്നും വേണ്ട. എനിക്ക് അച്ഛനെ കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ ഓടി വരാൻ കഴിയണം. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞാൽ അനുസരിക്കുന്ന ആൾക്കാർ മതിയെന്ന്. അച്ഛനും മകളും തമ്മിൽ ചക്കക്കറയും പിച്ചാത്തിയും പോലെ അടുപ്പമായിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിലേക്ക് എന്തിനാ വലിഞ്ഞു കയറി വന്നത്? ഞാനോ നിന്റെ ഭാഗത്തുനിന്ന് ഒരു താല്പര്യം കാണിച്ചില്ലേ? ദേ, ഒരു കാര്യം മറക്കരുത്, രാജേട്ടനെക്കാൾ 25 വയസ്സ് കുറവുണ്ട് എനിക്ക്. ശരി, എനിക്കൊരു തെറ്റുപറ്റി. പ്രായത്തെക്കുറിച്ച് ഉത്കണ്ഠ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ആ തെറ്റുതിരുത്തി മടങ്ങാമായിരുന്നില്ലേ? അത് ശരി, എന്റെ വയറ്റിൽ കുരുത്ത കുഞ്ഞിനെ, എന്റെ നന്ദിനി മോളെ ഞാൻ നശിപ്പിക്കണമായിരുന്നു അല്ലേ? എനിക്ക് മനസ്സിലായിരുന്നു. നിങ്ങളിപ്പോ വാനോളം പുകഴ്ത്തിയ മൂത്ത മകളെ പോലെ അല്ല ഞാൻ. ഗർഭമാണെന്നറിഞ്ഞപ്പോ അത് അലസിപ്പിക്കാൻ ഓടി നടന്നത് അവളാ. ഡോക്ടർ ജയ എന്നോടെല്ലാം പറഞ്ഞു. കൊച്ചിനെ കൊല്ലണമെന്നും പറഞ്ഞ് പ്രഭ ഹോസ്പിറ്റലിൽ ചെന്നതും ഡോക്ടർ അവളെ ഉപദേശിച്ച് തിരിച്ചയച്ചതും എല്ലാം. അസംബന്ധം പറയരുത്. ഞാനാണ് പ്രഭയെ ഡോക്ടർ ജയയുടെ അടുത്ത് കൊണ്ടുപോയത്. അപ്പോഴാണ് അവൾ ഗർഭിണിയാണെന്ന കാര്യം അവൾ പോലും അറിയുന്നത്. പ്രഭയ്ക്ക് ക്രമം തെറ്റിയാണ് പീരിയഡ്സ് വരാറ്. അതുകൊണ്ടാവും ആ കാര്യത്തെക്കുറിച്ച് അവൾക്ക് സംശയം വരാതിരുന്നത്. രാജേട്ടന് കേൾക്കാൻ ഇഷ്ടമില്ലാത്തതൊക്കെ അസംബന്ധം. പ്രസാദ് പറയുന്നതേ ആ കൊച്ച അവന്റേതല്ലെന്നാ.